ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ തയ്യൽ മെഷീനിൽ എങ്ങനെയാണ് ഓയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു തയ്യൽ മെഷീൻ ഉഷ കമ്പനിയുടെ ഏറ്റവും പഴയ മോഡലാണ്. ഹൈ സ്പീഡ് മെഷീൻ്റെ ഏറ്റവും പഴയ മോഡലാണ്. ഒത്തിരി പഴക്കമുണ്ടെങ്കിലും ഇന്നും ഒരു കംപ്ലൈൻറ്റും കൂടാതെ എനിക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ നമ്മളിത് അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് നമ്മൾ തയ്യൽ മെഷീനിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നൂലും പിന്നെ അതുപോലെ താഴെ നമ്മൾ അതിനുള്ള ബോബിൻ കേസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ആദ്യം അഴിച്ചു മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾക്ക് അതിൽ ആ ഒരു ഓയിലൊക്കെ പറ്റിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓയിൽ ചെയ്യുന്നതിൻ്റെ മുൻപ് തന്നെ നൂലും ബോബിനും കേസ് ഇതൊക്കെ അതിൽ നിന്ന് മാറ്റി വയ്ക്കുക. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ മെഷീന് കൊടുക്കുന്ന ഓയിൽ. ഇത് ഞാൻ ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഇതുപോലൊരു ബോട്ടിലിൽ നമുക്ക് ഓയിൽ കിട്ടും. ചില ആളുകളൊക്കെ ഇതുപോലെ മെഷീനിൽ ഓയിൽ കൊടുക്കാനായിട്ട് എണ്ണയും മണ്ണെണ്ണയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു ബോട്ടിലാക്കിയിട്ട് ഇതുപോലെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ തയ്യൽ മെഷീൻ പെട്ടെന്ന് നാശമാവുകയും നമുക്ക് നല്ല സ്മൂത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയും ചെയ്യില്ല. അപ്പോൾ നമ്മൾ കഴിയുന്നതും നമ്മൾ ഇതുപോലെ മെഷീൻ ഓയിൽ തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിന് അധികം പൈസയൊന്നും ആവുന്നില്ല. എല്ലാ ബട്ടൺ ഹൗസിൽ നിന്നും നമുക്ക് കിട്ടാവുന്നതാണ്. പിന്നെ ഈ നമ്മൾക്ക് തയ്യൽ മെഷീനിന് തന്നെ പല ഹോൾസുകൾ ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് ഓയിൽ കൊടുക്കേണ്ട ഭാഗങ്ങളാണ്. അധികമായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 2 ഡ്രോപ്സ് എങ്ങാനും കൊടുത്താൽ മതി. നമ്മൾ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ നന്നായിട്ട് ഓയിൽ കൊടുക്കണം. ആഴ്ചയിലൊക്കെ ഇതുപോലെ ഓരോ ഡ്രോപ്പ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നമ്മുടെ തയ്യൽ മെഷീനൊക്കെ നന്നായി തുടച്ച്, കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നൂലിൻ്റെ നമ്മുടെ മെറ്റീരിയലിലൊക്കെ പൊടികളൊക്കെ പോയിട്ട് ചെറിയ ചെറിയ ഹോൾസും ഇതൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി അടഞ്ഞിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇതിനൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും നമ്മുടെ തയ്യൽ മെഷീനൊക്കെ നല്ല ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ എല്ലായിടത്തും നല്ല ഓയിൽ കൊടുത്തിട്ട് ഇടണം. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനും, പിന്നെ മെഷീൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കടകട ശബ്ദം ഉണ്ടായിരിക്കുമല്ലോ, പലപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില മെഷീൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നൊരു ശബ്ദമാണ്. അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മളിതുപോലെ ചെയ്യുക. നമ്മൾ മുകളിൽ എല്ലായിടത്തും ഓയിൽ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ നമ്മുടെ ആ മെഷീൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് പൊന്തിച്ചെടുക്കാൻ പറ്റുമല്ലോ. അതിനുശേഷം എല്ലാ ജോയിൻ്റ് ചെയ്യുന്ന ഓരോ ഭാഗങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ ഓയിൽ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ചക്രം ഉണ്ടല്ലോ നമ്മൾക്ക് തിരിക്കുന്നത്, അതൊന്ന് തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെ ഇതിന് മൂവ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് നമുക്ക് എല്ലായിടത്തും നമുക്ക് ഓയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചീത്ത ശബ്ദങ്ങളൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതൊരു സെക്കൻഡ് ഹാൻഡ് മെഷീനാണ്. ഞങ്ങൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വെറും 2000 രൂപ കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു തയ്യൽ മെഷീൻ വാങ്ങിച്ചിട്ടുള്ളത്. അയാൾ ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ച തയ്യൽ മെഷീനാണത്രേ. ഞാനും ഇത് ആദ്യമായിട്ട് എൻ്റെ ലൈഫിലെ ആദ്യത്തെ തയ്യൽ മെഷീനും ഇത് തന്നെയാണ് കേട്ടോ. ഞാൻ വേറെ തയ്യൽ മെഷീനൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇത്രയും വർഷമായിട്ടും ഇതിനൊരു കേടും കൂടാതെ ഇത്രയും സ്മൂത്തായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ശ്രദ്ധ കൊണ്ടൊന്ന് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് മെഷീൻ കൂടുതൽ കാലം നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഷീൻ ഓയിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് നല്ല ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യുക. ചെറിയ ചെറിയ സുഷിരങ്ങളിലൊക്കെ ഇരിക്കുന്ന പൊടിയൊക്കെ നീക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കാലം നമ്മുടെ മെഷീൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ വെള്ളമൊക്കെ തട്ടുന്ന ഭാഗത്ത് വെക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.